ഗുവാഷ ജെയ്ഡ് സ്റ്റോൺ കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഓക്കെ, പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ ഒരു മസാജ് സ്റ്റോണിനെയാണ് നമ്മൾ ഗുവാഷ ജെയ്ഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതൊരു ചൈനീസ് നെയിം ആയതുകൊണ്ട് ചൈനക്കാർ കണ്ടുപിടിച്ചത് കൊണ്ട് ഇതിനൊരു ചൈനീസ് നെയിം. അപ്പോൾ നമുക്കറിയാം ചൈനക്കാരൊക്കെ കൊറിയക്കാരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ സ്കിൻ കെയറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവരുടെ സ്കിൻ കെയറിൻ്റെ പാർട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെ ഉപയോഗിക്കുക, എസ്പെഷ്യലി 40+ നിർബന്ധമായിട്ടും ഇത് ആവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു നിൽസ് ഫാഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജെയ്ഡ് സ്റ്റോൺ, നമുക്ക് ജെയ്ഡ് റോളറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ജെയ്ഡ് റോളർ കേട്ടിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ തന്നെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജെയ്ഡ് റോളറിൻ്റെ ഉപയോഗം അതുപോലെ അതിലും ഒരു സ്റ്റോണാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കത് യൂസ് ചെയ്യാം, അതും നല്ല റിസൾട്ടാണ്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ളതാണ്. 40+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ സ്കിൻ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ വന്ന് പതുക്കെ നമുക്ക് തൂങ്ങി വലിയാനൊക്കെ തുടങ്ങും അല്ലേ. ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ അതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോൺ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റിയാൽ നല്ല പോലെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ വലിഞ്ഞു തൂങ്ങാതിരിക്കും. ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതായിരിക്കും സ്കിന്നിന്. കാരണം നമ്മളിത് മസാജ് ചെയ്യുന്നത് നല്ലപോലെ ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനും സ്കിൻ പെട്ടെന്ന് തന്നെ വലിഞ്ഞു തൂങ്ങാതിരിക്കാനും റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എന്നുള്ളതും ഡീറ്റെയിലും ഓൺലൈനിൻ്റെതും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു 40+ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികതയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ടൈമും കൂടിയാണല്ലോ. ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഇലാസ്റ്റികത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളോജിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ഇലാസ്റ്റികത നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ പതുക്കെ തൂങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഡയറ്റ് മാക്സിമം പ്രോപ്പറാക്കുക, കൊളോജിൻ കണ്ടൻറ്റ് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക. 40+ലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ്ങിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. അതായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഞാൻ ഒന്നും ചെയ്യാറില്ല, ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള പാക്കുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്കിൻ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യും. അപ്പം ശരിക്കും നമ്മളുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് മാത്രമാണ് ഈ സ്കിൻ കെയറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ കുറവ്. അതേ സമയത്ത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഒരു പാർട്ടാണ്. നമുക്കറിയാം, എന്ത് പറഞ്ഞാലും നമ്മൾ ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ചൈനക്കാരാണെങ്കിലും ശരി. കാരണം അവർ അത്രമാത്രം ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് അവർക്കാണ് കൊടുക്കുന്നത്, അവരുടെ സ്കിൻ കെയറിനും കാര്യങ്ങൾക്കുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ സമയം മാറ്റി വയ്ക്കും. നമുക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാനോ പൈസ ചിലവാക്കാനോ നമ്മൾ ഓക്കെ അല്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയും, അയ്യോ ഞാൻ അങ്ങനെ ഇരിക്കുന്നു, ഡോക്ടറെ പോയി കാണുന്നു. കുറേ നാൾ കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും വന്നതിന് ശേഷം ഡോക്ടറെ പോയി കാണും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സൺസ്ക്രീൻ എന്തെങ്കിലും കിട്ടും, കുറേ നാളത് ഉപയോഗിക്കും, ഒരു റിസൾട്ട് കിട്ടില്ല, അത് അവിടെ ഇടും. പിന്നെ ഓൺലൈനിൽ ഡെയിലി ഓരോ പ്രൊഡക്റ്റുകൾ നോക്കും, ഇന്നൊന്ന് വാങ്ങിക്കും, നാളെ കാണുമ്പോൾ നാളെ ഒന്ന് മേടിക്കും. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി പോവുകയാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏത് പ്രായത്തിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാനേ പറയുന്നത്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സ്കിൻ എപ്പോഴും നമുക്ക് എങ്ങായിട്ടിരിക്കാൻ പറ്റും കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് നമുക്കതിനകത്തുണ്ട്. ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. വിതിൻ 3-4 ദിവസം കൊണ്ട് തന്നെ അവർക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്ത് പ്രശ്നത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്താ പറയുക, 3 ദിവസം കൊണ്ട് തന്നെ ആ ടെക്സ്ചർ ഞാൻ ആദ്യം ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കും. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ് സ്കിൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റൊട്ടീനാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. 3 മാസം ഞാൻ കൂടെ നിന്ന് കറക്റ്റായിട്ട് ഓരോ ദിവസത്തെ അപ്ഡേഷൻ എടുത്ത് ആ ഒരു സ്കിന്നിൽ വരുന്ന ചേഞ്ച് അത് അവർക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും സ്കിൻ കെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നമോ എന്താണെന്നൊന്നും അറിയാത്തവരാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കേട്ടോ. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇത് ഞാൻ ചുമ്മാ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇത്രയും പബ്ലിക് ഇതിൽ വന്നിട്ട് നമുക്കൊരു കോൺഫിഡൻസോ വിശ്വാസമോ ഇല്ലാത്ത കാര്യത്തിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയത്തില്ല. എനിക്ക് 100 വട്ടം എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ അടുത്ത് ഒരു പ്രശ്നമായിട്ട് വരുന്നവർക്ക് എനിക്കതൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഒരു പ്രോപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ഞാൻ കൊടുക്കുന്നത്. അത് 3 മാസം കഴിയുമ്പോൾ നമ്മൾ സ്കിന്ന് എന്തെങ്കിലും ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് തിരിച്ച് മാറി പോകുന്നത് പോലെയല്ല. ലൈഫ് ടൈം പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ലൈഫ് ടൈമാണ് നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് മാറുന്നത്. പിന്നീട് അങ്ങോട്ടൊരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യും. ആ രീതിയിലുള്ള റൊട്ടീനാണ് ഞാൻ ശീലമാക്കുന്നതും. നിങ്ങളുടെ സ്കിൻ നോക്കിയിട്ട് അതിനുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്ന് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം തന്നെ ഞാൻ വീഡിയോ കോൾ വഴി കാണിച്ചു തന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്കിന്നിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ, ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ഏത് ഏജിലാണെങ്കിലും 60 70 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പ്രോപ്പർ സ്കിൻ കെയർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് ജെയ്ഡ് റോളർ, അല്ല സോറി, നമ്മളുടെ ഫേഷ്യൽ അല്ലെങ്കിൽ മസാജ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുവ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, മസാജ് സ്റ്റോൺ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഫേഷ്യൽ മസാജ് ഓയിൽ യൂസ് ചെയ്യുക. ഒന്നുകിൽ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതായത് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഫേസിന് വേണ്ടിയിട്ട് ഒരുപാട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഫേസ് ഓയിലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മസാജിങ് ഓയിലിനെ കുറിച്ചിട്ടുണ്ട്. ആവണക്കെണ്ണയും അതുപോലെ തന്നെ നമുക്ക് ടീ ട്രീ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതുപോലത്തെ എടുക്കാം. അതല്ലെങ്കിൽ ബദാം ഓയിൽ എടുക്കാം. അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓയിൽ എടുക്കുക കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസർ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്കിത് കണ്ടോ, ഇതിൻ്റെ ഷേപ്പ്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ പേരിങ്ങനെ ഒരു ഗുവ എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഈ താഴ്ഭാഗത്തേക്ക് ലോക്ക് ചെയ്യുക. നമ്മളുടെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഓരോ ഭാഗത്തും 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യാം കേട്ടോ. എപ്പോഴും നമ്മൾ മസാജിങ് ഇങ്ങനെ ആയിരിക്കണം, ഓപ്പോസിറ്റ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യാം. അതിനുശേഷം നമ്മളുടെ നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണേ, ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. ഇങ്ങനെ. അപ്പോൾ നമുക്ക് ചുളിവുകളെല്ലാം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ഏരിയ കേട്ടോ. നമ്മൾ ജ്വാലൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഏരിയയാണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മളുടെ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഏരിയ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചീക്കിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ. ഇതെല്ലാം 3 മുതൽ 5 പ്രാവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് ഇങ്ങനെ കൊടുക്കാം. ഇത് ഡെയിലി ചെയ്താൽ നമ്മുടെ സ്കിൻ ഭയങ്കര ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഫേസ് ഫ്രഷായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത് ഏത് പ്രായത്തിൽ നല്ല ഗ്ലോ ആയിരിക്കും. കാരണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഏരിയ, ഈ ഫോർഹെഡിൻ്റെ ഏരിയ ഇങ്ങനെ കൊടുക്കാം. ഈ ഒരു മിഡിൽ പോർഷനിൽ അതുപോലെ തന്നെ നമ്മളുടെ നെക്കിൻ്റെ ഏരിയ ഇങ്ങനെ ആയിരിക്കണേ കേട്ടോ. ഈ ഒരു പോർഷൻ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഐൻ്റെ താഴെയുള്ള ഈ പഫിനെസ്സൊക്കെ മാറാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഐൻ്റെ താഴെയുള്ള പഫിനെസ്സൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. അണ്ടർ ഐയിലൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ. ഭയങ്കര പഫിനെസ്സിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര റിസൾട്ടായിരിക്കും.
ഇതെല്ലാം തന്നെ നമുക്ക് 3 to 5 times എങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. 3 to 5 times എങ്കിലും നമ്മളിത് ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ജ്വാലൈന ചെയ്തപ്പോൾ ജ്വാലൈന എങ്ങനെ ചെയ്തെന്ന് കണ്ടല്ലോ. ഇങ്ങനെയാണ് ഇത് 3 മുതൽ 5 പ്രാവശ്യം ചെയ്യുക. അതുപോലെ നെക്കിൻ്റെ ഏരിയ ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഞാൻ എല്ലാം വീണ്ടും വീണ്ടും കാണിച്ചു തരാണ് കേട്ടോ. ഇങ്ങനെ അതുപോലെ ഓപ്പോസിറ്റാണ്. അതുപോലെ തന്നെ ഫോർഹെഡ് ഏരിയ അങ്ങനെ. ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം കേട്ടോ. ഓരോന്നും 3 മുതൽ 5 വരെ 5 എണ്ണം വരെ 5 പ്രാവശ്യം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ഡെയിലി ചെയ്താൽ നമുക്ക് ഫേസിൻ്റെ കോൺടൂർ ഭയങ്കരമായിട്ട് അറിയും. നമ്മുടെ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ റിങ്കിൾസ് കുറയും, പഫിനെസ് കുറയും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഈ ഒരു സ്റ്റോൺ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും നോക്കുവാണ്. അപ്പം നിങ്ങളും സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരുപാട് ഫേസ് കുറച്ച് പഫി ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഓൺലൈനിലാണ് മേടിച്ചത്. സോ ഞാൻ ഇതിൻ്റെ തന്നെ ലിങ്ക് ഒന്നുമില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലത് വേറെയും റേറ്റ് ഇത് ഏകദേശം ഒരു 600 സംതിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ മേടിക്കണം എന്നില്ല. ആമസോണിൽ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ ഓർഡർ ചെയ്തോളൂ. ഇത് കുറച്ച് കൂടിയതാണ്, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ മേടിക്കണം എന്നില്ല കേട്ടോ. ഇതാണേ. അപ്പോൾ ഇത് മനസ്സിലായോ? ഇത് എല്ലാ ദിവസവും നമ്മൾ സ്കിൻ കെയറിൻ്റെ കൂടെ ഇതും കൂടി ചെയ്തു പോകണം, നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സ്കിൻ കെയർ മറക്കരുത്. സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു ചാൻസേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഒന്ന് കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വേണ്ടേ പോകാൻ. അല്ലാതെ എപ്പോഴും നമ്മൾ വിഷമിച്ച് അയ്യോ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ആരും 500 വർഷം ജീവിക്കാൻ വന്നവരൊന്നുമല്ല. കുറച്ച് സമയം നമുക്കും കൂടി വേണ്ടി സമയം മാറ്റി വയ്ക്കുക, സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. കമൻറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.